ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்ட்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு ஐ ஜஸ்ட் வாண்ட் டு டேக் இட் ஃபார்வர்ட் ஃப்ரம் தேர். என்ன அவமானப்படுத்துறவங்களாகவே இருந்தாலும், என்ன கஷ்டப்படுத்துறவங்களாகவே இருந்தாலும், அவங்களும் என் மக்கள் தானே. நண்பர்களாக இருந்தாலும் எதிரிகளாக இருந்தாலும் 8 கோடி மக்களும் என் மக்கள் தானே. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்லை. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா, நம்ம ஜெயிச்சுட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. ഇങ്ങ ഒരേ സെന്റർ தான் എൻ തലമയിൽ ഉണ്ടാன സെന്റർ. സിനിമയിൽ കിടന്ന ഡയലോഗ് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആവില്ല എന്തായാലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുക എന്നുള്ളത്. അവിടെ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും. അവിടെയൊക്കെ ഇതുപോലത്തെ മാസ നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നതിന് എന്തൊക്കെ നിലപാടുകൾ എടുക്കുന്നു, മുന്നോട്ട് എങ്ങനെയൊക്കെ ഭരണം കാഴ്ചവെക്കും എന്നുള്ളതൊക്കെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിന് അടിമയായിട്ടും എന്താ പറയുക ആത്മാവായിട്ടും കാണുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ഉണ്ണിക്കണ്ണം മംഗളാടാമൊക്കെ അതിനൊക്കെ പോലത്തെ എന്താ പറയുക മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അത് സിനിമ, ഇത് രാഷ്ട്രീയം, അതായത് ഒരുപാട് ജനങ്ങളുടെ ലൈഫാണ്. സിനിമയിൽ നമുക്ക് എന്തും ചെയ്യാം, എന്തും കാണിക്കാം. ഡയറക്ടറെ ഒരു ഇതുണ്ടെങ്കിൽ എന്ത് പറയാം, എന്ത് മാറിയാലും എന്ത് മാസത്തിലും കാണിക്കാം. എത്ര ആൾ 100 ആൾ വന്നാലും തല്ലി ഓടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ റിയാലിറ്റിയിൽ വരുമ്പോൾ അങ്ങനെ ആവില്ല. എന്തൊക്കെയായാലും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭരണമാണ്. അത് ആലോചിക്കും, ഒരു MLA പോലും ആവാതെ ഫസ്റ്റ് വരുന്നത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്താണ്. അത് എത്രത്തോളം ഒരു സംസ്ഥാന ഭരണത്തിനെ അത് എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നുള്ളത്, പ്രത്യേകിച്ച് തമിഴ്നാട് പോലത്തേക്ക് അത്യാവശ്യം നല്ല GDP കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണ്. അഴിമതികൾക്കെതിരെയും ഇതിനെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആക്കാൻ പറ്റുന്നു, എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പിന്നണിയിലുള്ള ആളുകളെ നിലനിർത്താൻ കഴിയും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അവിടെയാണ് അദ്ദേഹം വിജയം കൈവരിക്കേണ്ടത്. ഈ 5 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ ശരിക്കും എന്താ പറയേണ്ടത്, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മാനാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു നിലയിൽ എത്തത്തുള്ളൂ. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ പക്ക സിനിമയാണ്. സിനിമ എന്താ പറയുക, ആ സിനിമേൻ്റെ ഹാങ് ഓവറിന് അദ്ദേഹം വിട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും സാധ്യമാകാത്തൊരു സംഭവമാണ്. തമിഴ്നാട്ടിൽ ഈ സിനിമ നടന്മാർക്ക് ഭയങ്കര എന്താ പറയുക ഹൈപ്പ് കിട്ടുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ടാവും അദ്ദേഹം ലക്ഷ്യം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ എത്തിയത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭരണം വീക്ഷിച്ചിട്ട് വേണം ബാക്കി പൊളിറ്റിക്സ് ഒക്കെ അദ്ദേഹത്തെ പറ്റി പറയാൻ. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ അതെന്തായാലും ഓൾ ഓവർ ഇന്ത്യയിലേക്ക് തന്നെ അത് വ്യാപിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു രാഷ്ട്രീയമായിട്ട് വരട്ടെ, അങ്ങനത്തെ നേതാക്കളൊക്കെ വരട്ടെ, വ്യത്യസ്ത അഭിപ്രായമുള്ള നേതാക്കൾ വരണം. പക്ഷേ അവരുടെ നിലപാടുകളാണ് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് മാത്രം.